ഇപ്പോഴത്തെ നിയമസഭയ്ക്കുള്ളിലും ഇതിനു മുമ്പുള്ള നിയമസഭയിലും ഈ സമാനമായ ആരോപണം ഏറ്റിട്ടുള്ള നിരവധി ആളുകളുണ്ട്. മന്ത്രിമാരായവരുണ്ട്, MLA മാരായവരുണ്ട്, ഈ സഭയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി അവരൊക്കെ നിയമസഭയിൽ വരുന്നുണ്ട്. അവരൊക്കെ എന്താണ് കുഴപ്പം എന്ന മട്ടിൽ ജയിലിൽ കിടന്ന കോൺഗ്രസിൻ്റെ MLA മാർ വരെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയ സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഒരു ശബ്ദ സംഭാഷണത്തിൻ്റെ ഭാഗമായി വരുന്നു. അത് ഒരു സ്ത്രീയുമായി അദ്ദേഹം സംസാരിക്കുന്നതാണ്. ആ സംഭാഷണം, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ, അതിനകത്ത് പറയുന്നത് ഗർഭഛിദ്രം നടത്തണം എന്ന് സംബന്ധിച്ചുള്ള നിർബന്ധമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്നുള്ളതാണ്. ആ ശബ്ദം കേട്ടിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ശബ്ദവും കേട്ട ഒരാളെന്ന നിലയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. കാര്യങ്ങൾ നേർക്കുനേർ പറയണം. നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളുടേതല്ലെങ്കിൽ അല്ലെന്ന് പറയുക, ആണെങ്കിൽ ആണെന്ന് പറയുക. താങ്കളുടെ ശബ്ദമാണെങ്കിൽ എന്തായിരുന്നു ഈ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനം? എന്തായിരുന്നു ഈ സംഭവം? ആളുകൾ കരുതുന്നത് നിങ്ങൾ നിർബന്ധിത ഗർഭഛിദ്രം നടത്തി എന്നത് മുതൽ ഒരു സ്ത്രീയെ താങ്കൾ ചതിച്ചു എന്നത് വരെയാണ്. ഇതിൽ സത്യം എന്താണ്? അത് പറയാനുള്ളൊരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതുവരെ ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല.